ഇനിയിപ്പോ നമ്മൾ തമ്മിൽ ഒന്നും ഒളിച്ചു വെക്കാനില്ല. ഞാൻ എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ്, ഒരു 2000 രൂപ ഉണ്ടെങ്കിലേ എനിക്കിനി ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റും. എന്തിനാടാ നീ ഇനിയും പുറത്തിറങ്ങുന്നത്? അമ്മേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. പക്ഷെ ഒരു കാര്യം അമ്മ മനസ്സിലാക്കണം, സ്റ്റേജ് വീഴുന്ന സമയം വരെ ജനങ്ങൾ വീർപ്പടക്കിക്കൊണ്ടാണ് എന്റെ നാടകം കണ്ടോണ്ടിരുന്നത്. അത് സ്റ്റേജ് വീഴുമെന്നുള്ള ഭയം കൊണ്ടാവും. അല്ല, പലരും പറഞ്ഞത് എന്റെ ഡയലോഗുകൾ ചാട്ടുള്ളി പോലെ ഇരുന്നു എന്നാണ്. പക്ഷെ അമ്പല കമ്മിറ്റി പണം തന്നില്ല. സ്റ്റേജിന്റെയും മൈക്കിന്റെയും പണം കൊടുത്തില്ലെങ്കിൽ ഞാൻ നാട് വിടേണ്ടതായി വരും. അതാ നല്ലത്. എല്ലാ കുഴപ്പമുണ്ടാക്കിയ ചെയ്യാലോടൊന്ന് ഒളിച്ചിരിക്കാണോ? ഒരു സന്തോഷ വാർത്ത പറയാം. മേക്കപ്പ് മാൻ എന്റെ മോതിരം ഊരിക്കൊണ്ട് പോയി. വാപ്പ ആണത് 25 വിറ്റ് തേങ്ങ ഞാൻ പിഴുതു വിറ്റു. ആ കർത്തം കെട്ടാമെന്ന സഹദേവന്റെ പച്ചത്തറി സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. ദേഖോ ബാലുഭായ്, എന്നെ കണ്ണി കണ്ടവരെല്ലാം എടുത്തിട്ട് പെരുമാറി. മാതൃരാജ്യത്തിന്റെ മാനം കാത്ത എന്റെ മാനം പോയി. ഒരു പട്ടാളക്കാരനെ കണ്ണി കണ്ടവരെല്ലാം ഞാൻ തല്ലാന്ന് വെച്ചാൽ മാം ട്രക്ക് ഡ്രൈവർ ഭൂമിയെ ഒരു ഔചിത്യ ബോധമില്ല പുളു അടിക്കുന്നു. എന്തായാലും